സർക്കാർ കൊടുത്ത കുറച്ചധികം പട്ടയങ്ങൾ ഇവിടെയുണ്ട്. അതുപയോഗിച്ചാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത്. പരുന്തുംപാറയിലെ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ധൃതി പിടിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് എവിടെയും. ചിലയിടങ്ങളിൽ കുന്നുകൾ ഇടിച്ചു തുടങ്ങിയിരിക്കുന്നു. അധികം വൈകാതെ ഇവിടെയും ബഹുനില കെട്ടിടങ്ങൾ ഉയരും. ഇതാണ് ഈ കയ്യേറ്റത്തിന്റെ ആദ്യപടി. ഇതുപോലെ ഭൂമിയിൽ കൽക്കെട്ടുകൾ പണിയും. ഈ കൽക്കെട്ടുകൾ പണിതതിന് ശേഷം കൂടുതൽ ഭൂമികൾ കൈക്കലാക്കിയെടുക്കും. ഇതാണ് ഈ പരുന്തുംപാറ ഭാഗത്ത് ഇപ്പോൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നിർമ്മാണ പ്രവൃത്തികൾ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി ഇവയുടെയെല്ലാം ചിത്രങ്ങൾ സഹിതമാണ് SIT റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പരുന്തുംപാറ വ്യൂ പോയിന്റിൽ നിന്നാൽ ഈ കെട്ടിടം നമുക്ക് കാണാം. ഇവിടെ ഗുരുതരമായ ക്രമക്കേടുകളാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കൈവശക്കാരന് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പട്ടയരേഖകളിലും സംശയമുണ്ട്. ഇവ പരിശോധിച്ച് ഉറപ്പുവരുത്തി സർക്കാർ ഭൂമി ഏറ്റെടുക്കേണ്ടതാണ്. ഇത് ഈ അടുത്ത സമയത്ത് പാറ പൊട്ടിച്ച് കയ്യാല കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് പരുന്തുംപാറയിലെ പൂങ്കാവനം. ഇവിടെയാണ് വ്യാപകമായ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. മലഞ്ചെരുവിൽ റിസോർട്ടുകൾ നിർമ്മിക്കുന്നു, ഒപ്പം സ്വിമ്മിംഗ് പൂളുകളും. ഇതിന്റെ തൊട്ടു മറുവശത്താണ് മറ്റൊരു വലിയ നിർമ്മാണ പ്രവൃത്തിയുള്ളത്. ഇവിടെ പീരുമേട് വില്ലേജിലെ പട്ടയരേഖകൾ വച്ചാണ് മഞ്ചുമലയിൽ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. വനഭൂമി കയ്യേറിയതായും സംശയിക്കുന്നുണ്ട്. ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ താലൂക്ക് സർവേയർ നിർദ്ദേശിക്കാത്തത് തെറ്റാണെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. പീരുമേട്ടിലെയും മഞ്ചുമലയിലെയും ഡിജിറ്റൽ സർവേ നിർത്തിവെച്ചില്ലെങ്കിൽ സർക്കാരിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോകും. ഈ ഡിജിറ്റൽ സർവേയുടെ മറവിൽ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി പലരും രേഖകളുണ്ടാക്കി സ്വന്തമാക്കിയെന്ന് വരും. പരുന്തുംപാറയിൽ നിന്നും ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.